ഇന്നും കളർ ഹൗസിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്താണ് എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് A3യിലുള്ള ലേസർ പ്രിൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തിട്ടുള്ളതാണ്. കുട്ടികളുടെ ഫോട്ടോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെയും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയൊക്കെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള ഫോട്ടോസാണ് ഇങ്ങനെ കൊളാഷ് പോലെ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വിമ്മിങ് റൂമിലേക്ക് ഉള്ളതാണ് കേട്ടോ. ഇത് ലോഗോ ഞാൻ ഇപ്പോൾ അടുത്ത് ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ കളർ ഹൗസ് വരെ വന്നത് ഈ സ്റ്റിക്കർ ഷീറ്റ്സ് പ്രിൻ്റ് എടുക്കാനാണ് കേട്ടോ. നെയിം സ്ലിപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടുത്തെ പേപ്പർ ട്രിമ്മറിൽ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇന്ന് തന്നെ കൊറിയർ അയക്കാനുള്ളതാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിനായതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് നമസിക്ക് വേണ്ടി എടുത്തതാണ് ആ ഒരു ഷീറ്റ്. അത് PVC ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്, വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട്. ഇതാണ് നമ്മൾ ലോഗോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാ പേജിൽ ലോഗോ മാറ്റി കൊടുത്തിരുന്നു. പിന്നെ ഇത് ഫോട്ടോസ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ പലപ്പോഴായിട്ട് നമസിക്ക് ഇഷാനിക്കും ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കൊരു വാള് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോസ് ഒട്ടിച്ചാൽ ഞാൻ ചെയ്ത ഡ്രസ്സിൻ്റെ ഒരു ഇതുമാവും. എൻ്റെ കുട്ടികളുടെ നല്ല നല്ല മൊമെൻറ്റ്സ്, ചിരി, അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ 4 എടുത്തിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ഇനി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലോഗോ ഫിക്സ് ചെയ്യാനായിട്ട് പോണത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന റൂം അല്ലെങ്കിൽ ക്രാഫ്റ്റ് റൂം വരുന്നത് സിറ്റ് ഔട്ടിലാണ് കേട്ടോ അതിൻ്റെ ഡോറ്. അപ്പോൾ അത് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പേസാണ് എനിക്ക്. അങ്ങോട്ട് ഞാനിപ്പോൾ ഈ റൂം മാറ്റിയതാണ്. ഉള്ളിലായിരുന്നു ആദ്യം. അപ്പോൾ ഇതിൻ്റെ മീതെ, ഡോറിൻ്റെ മീതെ തന്നെ നമുക്ക് ഇങ്ങനൊരു ഒരു നെയിം ബോർഡ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അത് ഒട്ടിക്കാൻ പോകുന്നത്. ശരിക്കും അക്രിലിക് കട്ടിലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവാണ്. തൽക്കാലം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലേസർ ഷീറ്റിൽ ഇവിടെ ഒട്ടിക്കാം കേട്ടോ. ഞാനൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടേപ്പൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. കാരണം കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊസിഷൻ മാറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടേപ്പൊക്കെ വെച്ച് സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ ലേസർ ഷീറ്റൊക്കെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എന്നാലും എന്തോ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്വിമ്മിംഗ് റൂം സെറ്റപ്പ്. പുറത്ത് നമ്മുടെ ടേബിൾ കിടക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഡോറ് വന്നിട്ട്. പിന്നെ ഇതാ ചെറിയ റൂമാണ് കേട്ടോ, ചെറിയ റൂമാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വാളിൽ ഞാൻ ഈ 4 ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം 4 ഉള്ളൂ, ബാക്കി നമ്മൾ ചെയ്യും കേട്ടോ. ഇത് എൻ്റെ എത്രയും പ്രിയപ്പെട്ട മെഷീനാണ് കേട്ടോ. കുഞ്ഞി ടേബിളുണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം അങ്ങനെ. അപ്പോൾ ഇതൊരു റൂം ടൂറായിട്ടൊന്നും കൂട്ടണ്ട, അത് ഞാൻ വേറെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് റൂം ടൂറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.